ഒരു ഹദീസ് പഠിപ്പാട്ടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നതായ ഒരു ഹദീസ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി നോക്കുന്നതാണ്. لا يؤمن أحدكم حتى أكون لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവന്റെ ഈമാൻ പരിപൂർണമാവണ്ടായെങ്കിൽ അവൻക്ക് എന്തിനാണോ ഇഷ്ടപ്പെട്ടത്, അവന്റെ നഫ്സിക്ക് എന്തിനാണോ ഇഷ്ടപ്പെട്ടത്, അവന്റെ സഹോദരൻ അത് ഇഷ്ടപ്പെട്ടിടത്തോളം അവന്റെ ഈമാൻ പരിപൂർണമാവുന്നുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി തന്നുകൊണ്ട് ഇപ്പോൾ മുഅ്മിനീങ്ങളെ ഏതൊരു വിഷയത്തിലും നമുക്ക് എന്തിനാണ് ഒരു വിഷയത്തിൽ ഒരു കാര്യം നമുക്ക് എന്തിനാണ് ഇഷ്ടപ്പെട്ടത്, ആ കാര്യം നമ്മുടെ സഹോദരർക്കും അത് ഇഷ്ടപ്പെടണം. നമുക്ക് വെറുക്കിടക്കുന്ന കാര്യ അതും ഞങ്ങളെ ചങ്ങായിമാർക്കും ഞങ്ങളെ സഹോദരന്മാർക്കും ആ കാര്യം വെറുക്കണം. അപ്പൊ ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാന് പരിപൂർണമാവുന്ന കാരണം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമാണ്. 10 വർഷത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്ത് എടുത്തുപോയി. അങ്ങനെ ആ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുയുടെ കുഞ്ഞിന്റെ പേരാണ് അബൂ തുൽഹ, അബൂ ഹംസ എന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പച്ചക്കറി തരക്കാരി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നോക്കുന്നു. അങ്ങനെ അബൂ ഹംസ എന്ന പേര് വെക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയുടെ പേരല്ല അബൂ ഹംസ. പക്ഷേ ഇതൊരു പച്ചക്കറി ഇങ്ങനെ തരക്കാരി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തരക്കാരി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കുഞ്ഞിന്റെ പേര് വിളിക്കല് അബൂ ഹംസ. മഹാനവരുടെ യഥാർത്ഥ പേരായിട്ട് അനസ് റളിയല്ലാഹു അൻഹു. മഹാനവ അപ്പയുടെ പേരാണ് മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ മാലിക് റളിയല്ലാഹുവിന്റെ മോനാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹു മഹാനായ വലിയൊരു മഹദിയാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ അപ്പ, അതായത് മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പിന്നെ സുലൈം റളിയല്ലാഹുവിന്റെ മകനാവും പണ്ട് അബൂ തുൽഹ ചൊല്ലിയ ആൾ അയാള് അവിശ്വാസിയാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, വലിയ പ്രഗത്ഭരായ വ്യക്തിയാണ്. അങ്ങനെ അയാൾ അനസ് റളിയല്ലാഹു ഉമ്മട്ട് വന്നപ്പോ ഒരു ആവശ്യപ്പെട്ടപ്പോ നാനിങ്ങനെ മകന അവനോട്ട് ആവശ്യപ്പെട്ടപ്പോ സുലൈം റളിയല്ലാഹു അൻഹ ചൊല്ലു, നിങ്ങൾ നല്ല വലിയ പ്രഗത്ഭരായ വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾ അവിശ്വാസിയാണ്, നിങ്ങൾ ഇസ്ലാം പറഞ്ഞു എന്നാൽ മാത്രമേ എന്റെ മകനാവുണ്ടായി എനിക്ക് മഹറൊന്നും തന്നിട്ടില്ല, നിങ്ങൾ ഇസ്ലാം പറഞ്ഞു നിനക്കത് മഹറായിട്ട് അത് സ്വീകരിക്കണമെന്നപ്പോ മഹാനായ അബൂ തുൽഹ പിന്നെ സുലൈം റളിയല്ലാഹു മകനാണ്. പിന്നെ സുലൈം റളിയല്ലാഹു അൻഹു ആ കിടാവിനെ ആ ചെറിയ 10 വർഷത്തെ കിടാവ് ആ കിടാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുമ്പണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലു, നബിയെ ഈ എന്റെ ചെറിയ കിടാവ് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് സമർപ്പിച്ച നിങ്ങൾക്ക് എല്ലാ സമയത്തും ഖിദ്മത്താക്കുകയായിട്ട് ഞാൻ എന്റെ കിടാവിനെ ഞങ്ങൾക്ക് സമർപ്പിച്ച ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടാവിനെ സ്വീകരിക്കണം. അങ്ങനെ 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്താക്കള് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു, ನಾನು ಒಂದು ಕಾರ್ಯ ಹಾಕಿಂಗ್ ನಬಿ ಸല്ലല്ലാഹು ಅಲೈಹಿ ವಸಲ್ಲಂ ತನ್ನ ಆ ಕಾರ್ಯ ಎಂದಿಗೆ ಹಾಕಿ ನಾವು ಕಾರ್ಯ ಹಾಕಿಟ್ಲೆಂಗೆ ನೀ ಅದು ಎಂದಿಗೆ ಹಾಕಿಟ್ಲ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന കേട്ടോ ഇല്ലാത്ത ഒരിക്കലും നക്ക് പറഞ്ഞോ ഇല്ലാത്ത ഒരിക്കലും അടിച്ചോ ഇല്ലാത്ത ഒരിക്കലും മുഖ ചൊടിച്ചോ ഇല്ലാത്ത നല്ല സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാട്ടി വരുന്നത്. മാത്രമല്ല ഒന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈക്കിനെ ഉദടുക്കുവാനായിട്ട് തന്നെ വീട്ടിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം നോക്കിയിട്ട് ചൊല്ലു, ഓ അനസേ ഞാൻ നിനക്ക് 3 കാര്യം ചൊല്ലുന്നുണ്ട്, ആ 3 കാര്യം ഉപകാരമുള്ളതാണ്, ആ 3 കാര്യം നീ ആക്കിക്കൊണ്ടിരിക്കുന്നു ചെന്നപ്പോ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പടിപ്പാട്ട് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പടിപ്പാട്ടി ആ 3 കാര്യം പടിപ്പാട്ടി കൊടുക്കും. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, രണ്ട് സമുദായത്തിൽ ആരെങ്കിലും നിനക്ക് കിട്ടിയെങ്കിൽ നീ നമുക്ക് സലാം ചൊല്ലുന്നു, കാരണം അത് നിന്റെ ആയുസ് കൂടുതലുള്ള ഒരു കാരണമാണ്, ആയുസ് യാറാവുള്ള ഒരു കാരണമാണ്. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു,
നിന്റെ ഔത്തു നീ കടന്നപ്പ നിന്റെ ഔത്തിലുള്ള ആൾമാർക്ക് നീ സലാം ചൊല്ലണം. കാരണം അത് ഔത്തു കിട്ടണമെങ്കിൽ വലിയൊരു ഹൈറാണ്. അവിടെ ഔത്തിലുള്ള ആൾമാർക്ക് കിട്ടണമെങ്കിൽ വലിയ ധാരാളം ഹൈറും ബർക്കത്തും കിട്ടണം ചൊല്ലു. മൂന്നാമത്തെ കാര്യം നീ നിസ്കരിക്കണം. കാരണം അത് അല്ലാഹുവിനെ പേടിക്കണമെങ്കിൽ ആൾമാർ അങ്ങനെ സ്വാലിഹീങ്ങളായ അത് അങ്ങനെ നിസ്കാരമാണ് നിസ്കാരം. അതുകൊണ്ട് നീനും നിസ്കരിക്കണം ചെന്നപ്പോ ഈ 3 കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു പരിപാടി കൊടുത്തോല്ലേ. അപ്പൊ ഈ 3 കാര്യം അനസ് റളിയല്ലാഹു ചൊല്ലു. ഈ 3 കാര്യം നമ്മളെല്ലാവരുടെ ജീവിതത്തിലും ഈ 3 കാര്യം ഉണ്ടാവുന്നുണ്ട്. ഇതിൽ കുറെ ഫായിദകൾ ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അനസ് റളിയല്ലാഹു ചൊല്ലു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് എല്ലാ ടൈമിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദാ സമയത്തിലും ഖിദ്മത്ത് എടുത്ത് എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇട്ട് യാത്രയിലും പോകുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇന്നെങ്കിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അയാളുടെ ശിഷ്യനായ സാബിതുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ചൊല്ലു. ഞാൻ അനസ് റളിയല്ലാഹു അൻഹുടെ കൈ ഇങ്ങനെ ചുംബിക്കല. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശറഫാക്കപ്പെട്ട കൈ തൊട്ടയ്ക്കുന്ന കൈയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുടെ കൈ. അതുകൊണ്ട് ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൈ ചുംബിക്കല. അവിടെ ബർക്കത്ത് എടുക്കാനായിട്ട് മഹാനായ സാബിതുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പരിപാടി തന്നുകൊണ്ട്. കാരണം ഇത് സാമാന്യ ആളല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കൈ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ ആ ടൈമിൽ ഒരുപാട് ഖിദ്മത്ത് ആക്കിക്കത്തെ ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൈ സാമാന്യ കൈയല്ല ചൊല്ലിട്ട് അവിടുത്തെ സദാ സമയം ബർക്കത്ത് എടുക്കുന്ന ആളായിട്ട് സാബിതുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്ത് എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല നക്ക ആരെയും പറഞ്ഞെങ്കിൽ 2 വിഷയത്തിൽ ആരെയും ഇടപെടിയെങ്കിൽ 2 വിഷയത്തിൽ ആരെയും ആക്ഷേപാക്കിയെങ്കിൽ അപ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ അനസ് നീ വിടൂ അങ്ങനെ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വന്നിട്ട് ചൊല്ലു. وأفضل الخلق على الإطلاق نبينا فاضل الشقاق. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് തന്റെ മോനെ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട എല്ലാ സമയത്തിലും ഖിദ്മത്ത് എടുക്കേണ്ടത് ആ ഭാഗ്യം കിട്ടിയത് തന്റെ മോനും അല്ലാഹു തആല വലിയൊരു ഭാഗ്യം കൊടുത്ത. മാത്രമല്ല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലു ഖുവൈദിമുക ഓ സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഇതെന്റെ ചെറിയൊരു കിടാവാണ്, എന്റെ ചെറിയൊരു കുഞ്ഞുമോനാണ്. അതുകൊണ്ട് എന്റെ മോൾ നീ ദുആറത്തോട് ചെന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 വിഷയത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ദുആറപ്പെടു. ഒന്നാമതായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സന്താനത്തിൽ ബർക്കത്ത് ഉണ്ടാകാനായിട്ട് ദുആറപ്പെടു. രണ്ടാമതായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുടെ ആയുസ് നീട്ടി കൊടുക്കുകയായിട്ട് ദുആറപ്പെടു. മൂന്നാമതായിട്ട് അനസ് റളിയല്ലാഹു അൻഹുടെ ദോഷത്തെ മാഫ് കൊടുക്കുന്നുണ്ട് ദുആറപ്പെടു. മാത്രമല്ല നാലാമതായിട്ട് അനസ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊടുക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ അനസ് റളിയല്ലാഹു അൻഹു ദോഷം തനി പുറത്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 ദുആ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു ദുആറപ്പെടു. അപ്പൊ ഇതെല്ലാം നമുക്ക് പാഠമാണ്. കാരണം വെച്ചെങ്കിൽ ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോയിട്ട് ഇങ്ങനെ ദുആർപ്പെട്ടത് ഇത് നമ്മളെ ഈ കാലത്ത് ഒരു പാഠമാണ്. കാരണം ഇതിലൂടെ സ്വാലിഹീങ്ങളെ മുട്ട നല്ല ഉസ്താദുമാരെ മുട്ട വലിയ ആലിങ്ങളെ മുട്ട അവരെ പോയിട്ട് ബർക്കത്ത് എടുക്കണേ, അവരെ പോയിട്ട് മക്കൾക്ക് ദുആർപ്പെട്ടേ. ഇതെല്ലാം നമുക്ക് മഹാനായ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പരിപാടി തന്നോളൂ. അങ്ങനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആറെഞ്ച 4 കാര്യം പിന്നീട് നമുക്കത് അനുഭവിച്ചിട്ട് അതിൽ നമുക്ക് ഫലം അനുഭവിച്ചാണ്ട് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സന്താനത്തിന് വേണ്ടി ദുആർന്നിട്ട് അത് ഞാൻ അനുഭവിച്ചു പോയ കാരണം നമുക്ക് 125 ആൺമക്കം 2 പെൺമക്കളാണ്. നമുക്ക് തന്റെ മോണിലും തന്റെ മോന്റെ മോനിലാണ് ഉണ്ടായത്. തന്റെ സ്വന്തം മക്കളാണ് അതെല്ലാം 125 മക്കൾ. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്തായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുടെ സന്താനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആറിലൂടെ ഫലം കണ്ടത്. മാത്രമല്ല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുടെ ആയുസ് എത്രയോ വർഷം ആയുസ് നീണ്ടുപോയിട്ട് അവിടെ അവസാനം ബസ്രത്ത് ഇറാഖിലാണ് വഫാത്ത് അവിടെ. അവിടെ മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്വത്തിൽ
ബർക്കത്ത് ദ്വാരന്നിട്ട് അങ്ങനെ അതിലും അണുസറഞ്ഞു എല്ലാ സ്വഹാബിമാർക്കും ഒരു വട്ടം ഫസൽ കിട്ടിയിട്ടായെങ്കിൽ അവരെ കൃഷിയിൽ ഒരു വട്ടം ഫസൽ കിട്ടിയിട്ടായെങ്കിൽ തന്റെ തോട്ടത്തിൽ വർഷത്തിൽ 2 പട്ട ഫസൽ കിട്ടുവിട്ട് 2 പട്ട ഫലം കിട്ടുവിട്ട് മാത്രമല്ല ആ തോട്ടത്തിൽ റൈഹാൻസിന്റെ പുഷ്പയിത്ത് ആ പുഷ്പം ഇങ്ങനെ വളരെ കസ്തൂരി മണമാണ്. ഇത് നക്കി കിട്ടിയെങ്കിൽ ഒരു വലിയ ഭാഗ്യമാണ്. മൂന്നാമതായിട്ട് അനസ് മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് ദോഷത്തെ പൊറുക്കുന്നുണ്ട് ദ്വാരത്ത് മാത്ര ഈ ഒരു ദ്വാരത്തെ നമുക്ക് കണ്ടിട്ടില്ല, ഫലം കണ്ടിട്ടില്ല, നമുക്ക് ഫലം കിട്ടുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ല മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു. അങ്ങനെ മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു വലിയ പ്രഗത്ഭനായ ഒരു സ്വഹാബിയാണ്. ഈ സമുദായത്തിൽ ഒരുപാട് ഹദീസുകൾ സുമാർ 2286 ഹദീസ് നമുക്ക് പഠിപ്പാടി തന്നെങ്കിൽ ഒരു മഹാനും കൂടിയാണ് മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു. അവസാനം അവിടെ ഹജ്ജാജിയുടെ യൂസുഫുടെ കാലത്തിലാണ് മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു ഹിജ്റ 93 അനസ് മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായി. അയാളുടെ വയസ്സ് പല അഭിപ്രായങ്ങളുണ്ട്. 90 ഒലിമ്പും 106 103 110 107 120 ഇങ്ങനെ പല അഭിപ്രായങ്ങൾ കണ്ടു. പല അഭിപ്രായങ്ങളും പല റിവായത്തിൽ കാണുവാൻ സാധ്യമുണ്ട്. മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ സാബിത് ബുനാനി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞാൻ മച്ചക്ക് തന്റെ കഫനൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഅർ മുബാറകായ ആ ബർക്കത്താകപ്പെട്ട ഷഅർ മുബാറക് തന്റെ നാവിടെ അടിയിൽ നീ വെക്കണമെന്ന് ചൊന്നപ്പ വസിയത്താക്കൾ അങ്ങനെ സാബിത് ബുനാനി റളിയല്ലാഹു അൻഹു അനസ് മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഷഅർ മുബാറക് നാവിടെ അടിയിൽ വെക്കണം. മാത്രമല്ല മഹാനായ അങ്ങനെ സ്വപ്ന വ്യാഖ്യാനത്തെ നേതാവായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ജയിലിൽ ജയിലിൽ പുറത്ത് വന്നിട്ട് മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കഫനാക്കട് കുളിപ്പാട്ട് നിസ്കരിക്കട് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാക്കട്. അങ്ങനെ മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ആൾമാരെ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലു. അങ്ങനെ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലുന്നത് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലുന്നതാണ് ഈ ലോകത്തിൽ നിന്ന് അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞോല്ലേ. മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മ ആ മഹദിയായ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു നാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിയായ ഉമ്മയുടെ ഔത്ത് പോയപ്പ അതായത് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുയുടെ ഔത്ത് പോയപ്പ ഇങ്ങനെ ഉറങ്ങിട് ഇങ്ങനെ കിടന്നപ്പ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ബർക്കത്താകപ്പെട്ട ശരീരത്തെ വേർപ്പിങ്ങനെ സംഗ്രഹാക്കട്. അപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ടൈം കഴിഞ്ഞ പിന്നെ നിങ്ങൾ എസർത്താവു ഇതെന്താണ് നീ നാട്ടിലുള്ള കേട്ടപ്പ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചൊല്ലെ, നബിയെ ഇത് നിങ്ങളെ നല്ല സുഗന്ധമായ ഒരു വേർപ്പാണ്, ഇതിലൂടെ നാം തന്റെ മക്കൾക്ക് ബർക്കത്തെടുക്കുവാനായിട്ട് ഇങ്ങനത്തെ ഒരു സുറാക്കില്ലേ. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അസബ്തി ഉമ്മു സുലൈം നീ ആക്കിയത് ശരിയാണ്. അപ്പ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു നോക്കൂ ആ ചെറിയൊരു ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടന്ന ടൈമിൽ വലിയൊരു ഉപകാരമുള്ളേക്കത്തെ വലിയൊരു ബർക്കത്തുള്ളേക്കത്തെ ബർക്കത്ത് കിട്ടേക്കത്തെ വലിയൊരു സുറാന അവിടെ നടത്തിയില്ലേ. ആ മഹാനായ അനസ് മാലിക് റളിയല്ലാഹു അൻഹു പേര് ചൊല്ലുന്ന ബർക്കത്തുണ്ട്. അല്ലാഹു തആല ഞങ്ങളുടെ എല്ലാ തെറ്റുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് ചെയ്യുമാറാവട്ടെ.